ഒന്നാം ട്രാക്കിൽ നടുഭാഗം, രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ വിയപുരം VBC വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയപുരവും, നാലാം ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനും തമ്മിലുള്ള ഫൈനൽ മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുന്നു. ഇടിമിന്നലിന്റെ ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു. അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു. മനുഷ്യാത്മാവിനെ പുണർന്നൊഴുകുന്ന നിലാവിന്റെ കുളിർമയുമായി വിയപുരം കടന്നു വരുന്നു. അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു. അങ്ങനെ 1000 ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഉജ്ജ്വലമായ ഒരു കാഴ്ച കണ്ടില്ലേ? കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷ മേഘമേ, കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എന്റെ രാജഹംസങ്ങളെ എന്ന് വയലാറ് ചോദിച്ച 4 രാജഹംസങ്ങള് നടുഭാഗം കാരിച്ചാൽ, വിയപുരം, നിരണം. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ സാക്ഷി, ജനസഹസ്രങ്ങൾ സാക്ഷി, നക്ഷത്രങ്ങൾ സാക്ഷി, 8 ദിക്കുകളും 7 ലോകങ്ങളും സാക്ഷി, സപ്തസാഗരങ്ങൾ സാക്ഷി, ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭഗീരഥൻ സാക്ഷി കടന്നു വരുന്നു. തീരങ്ങളിൽ നിന്നുയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ഈണം ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നു. ഒന്നാം ട്രാക്കിലെ നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബിന് കഴിഞ്ഞ വർഷം 6 മൈക്രോ സെക്കൻഡിന് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ ബോട്ട് ക്ലബ് അത് വീണ്ടെടുക്കുമോ? അതല്ല, കാരിച്ചാലിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ്. തുടർച്ചയായി 5 നെഹ്റു ട്രോഫി നേടുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അർഹരാകാൻ പോവുകയാണ്. കാരിച്ചാലിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. അലൻ 3 നയിക്കനും എയ്ഡൻ 3 നയിക്കനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് PP ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള കാരിച്ചാൽ 2ാം ട്രാക്കിലെ കാരിച്ചാലാണ് അല്പം മുന്നിൽ. അതെ, 3ാം ട്രാക്കിലെ വിയപുരമുണ്ട്, വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയപുരമുണ്ട്. 4ാം ട്രാക്കിലെ നിരണമുണ്ട്. ജനം അത്ഭുതാഹ്ലാദ രോമഹർഷങ്ങൾ ജയപുഷ്പ ചക്രങ്ങൾ അർപ്പിക്കുകയാണ്. കണ്ടില്ലേ? കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ? തിരികൊളുത്തുവിൻ ചക്രവാളങ്ങളെ, വഴിയൊരുക്കുവിൻ മാലാഖമാരെ, മണിമയ സ്വർഗവാതിൽ തുറന്നൊരു കനകതാരകം ഉദിക്കുന്നു ദൂരെ. അതെ, 4 കനകതാരകങ്ങള് ഈ പുന്നമടയാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് 4 കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ? എന്തൊരാവേശമാണ്, എന്തൊരാഹ്ലാദമാണ്! ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ? കാരിച്ചാൽ ജയിക്കുമോ? വിയപുരം ജയിക്കുമോ? നിരണം ജയിക്കുമോ? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ജയിക്കുമോ? കുമരകം ടൗൺ ബോട്ട് ക്ലബ് ജയിക്കുമോ? അതോ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി ജയിക്കുമോ? നിരണം ബോട്ട് ക്ലബ് ജയിക്കുമോ? ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി നടുഭാഗവും കാരിച്ചാലും വിയപുരവും നിരണവും ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയുന്നില്ല. 1ാം ട്രാക്കിലെ നടുഭാഗം, അതേ നടുഭാഗമുണ്ട്. 2ാം ട്രാക്കിലെ കാരിച്ചാല് ഒപ്പത്തിനൊപ്പം, 3ാം ട്രാക്കിലെ വിയപുരം ഒപ്പത്തിനൊപ്പം, 4ാം ട്രാക്കിലെ നിരണം. അയ്യോ, ഇതെന്തൊരു മത്സരമാണ്! ആരാണ് നോക്കി നിൽക്കാത്തത്? എന്തൊരു അഴകാണ്! അമേയ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഓവർ ടു ടോളി എതിരേറ്റ്. താങ്ക് യു മിസ്റ്റർ D. സജി ഹരിപ്പാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. 1ൽ നടുഭാഗം, 2ൽ കാരിച്ചാൽ, 3ൽ നിരണം. ഇതാ 2ലെ കാരിച്ചാൽ, ഇല്ല 3ലെ വിയപുരം. കാരിച്ചാലും വിയപുരവും അതുപോലെ നിരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1ലെ നടുഭാഗം അല്പം മുന്നിൽ, ഇല്ല പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ, ഇല്ല അട്ടിമറി ഇവിടെ ഉണ്ടാകും. ഇതാ 1ലെ നടുഭാഗം, ഇല്ല 2ലെ കാരിച്ചാൽ, 3ലെ വിയപുരം, 4ലെ നിരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വിയപുരം, ഇല്ല കാരിച്ചാലും വിയപുരവും നടുഭാഗവും നിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. ആരാണ് ജയിച്ചത് എന്ന്, ആരാണ് കടന്നുപോയത് എന്ന്